മേടാ കാത്തിക്കുന്നു അവിടെ ഭയങ്കര തിരക്കാണ്. എന്റെ ചങ്ങ ഇനി നബിദിനല്ലേ, ബാറല്ല പൂട്ടി. ഓണത്തിന് പാർട്ടി ഇത് ഒരു പ്ലാനിങ് ഉണ്ടാണ് മര്യാദക്ക്. ആ എന്നാടാ? ആ ഞാൻ വീട്ടിലുണ്ട്. എടാ നിങ്ങൾ ഒപ്പിക്കുന്ന നിങ്ങൾക്കൊന്നും കിട്ടിയില്ല. ആ ഞാൻ നോക്കട്ടെ എന്നാല്. ആ ശരി, ആ വിളിക്കാം. എന്താ പറഞ്ഞേ? എനിക്ക് തോന്നി നിങ്ങൾ ഒരു പ്ലാനിങ് ഉണ്ടാവണം മര്യാദക്ക്. ഇന്നലെ ഇവിടെ നമ്മളൊരു 5-6 ആൾക്കാരില്ല, ഒരുത്തരും ഉത്സാഹത്തിൽ. എന്തായാലും ഇന്ന് മിലിറ്ററി യോഗം ഷാപ്പ് പോട്ടെ ബാക്കി പോനെ കിട്ടിയില്ലെങ്കിൽ മൂഞ്ചി. ഓണം അവിടെ പിന്നെ 600 റുപ്യ സാധനം കിട്ടിയില്ല. അത് 1000 റുപ്യ കൊടുത്തിട്ട് വാങ്ങിയ. 600 സാധനം 1000 പൈസ ഒക്കെ വാങ്ങിച്ചോ. ആ നിങ്ങളെത്തിയുള്ള നമ്മുടെ മുക്കിൽ പഠിക്കണ്ടെങ്കിൽ ആ ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ ഓക്കെ. അതില് 200 രൂപ കമ്മീഷൻ ആയിരിക്കും. ഒരു നല്ല കുടിയനോ ഇത്ര പൈസക്കൊന്നും കൂട്ടി വെക്കൂല. ഇല്ല ഓനാണ് ചെയ്യുന്നില്ല. എന്താ 800 റുപ്യ സാധനം 1000 റുപ്യക്ക് 200 രൂപ കമ്മീഷൻ. എന്തായാലും കിട്ടിയില്ലേ? കിട്ടില്ല. അമ്മേ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ താക്കോലോട്ട് വെക്കണേ. ആ ഞാൻ കുറച്ച് നേരം പോകും. ശരിയാ? എന്തായാലും സാധനം കിട്ടില്ല. അതുകൊണ്ട് വരാതെ അടിക്കുവാ എന്റെ വീട്ടിൽ നടക്കില്ല. ഓളെ എല്ലാത്തിനും ചോറിയാ. പിന്നെ നമ്മളെ മറ്റേ പറമ്പ് അടിച്ചാലോ? നമ്മൾ നിങ്ങൾ അന്നടിച്ച പറമ്പില്ലേ ആടി നടക്കൂലേ? ആടെ ഇന്ന് ഓണാഘോഷം ഫുൾ പരിപാടിയാണ്. എന്തായാലും സാധനം നടക്കട്ടെ. എന്താണ് കുരിപ്പ് വരാതെ? ആദ്യം കൂടി ഇന്ന് ഓണം മൂഞ്ചി പോകുന്നിരിച്ചു. ഓണം അടിപൊളിയായില്ലേ? മിലിറ്ററി അടുത്ത പ്രാവശ്യമെങ്കിൽ ഇത് എല്ലാം നമ്മൾ അവിടെ കലണ്ടറിൽ നോക്കണം. ഈ ഒരു വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല, എല്ലാത്തിനും എല്ലാവരും കുറ്റം പറഞ്ഞു. വാങ്ങിട്ടോ അവര് മാമനെ വാ 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 വന്നോട് പോയ തുള്ളിക്ക് അതുകൊണ്ട് അങ്ങനെയല്ലേ അങ്ങനെ തോന്നുന്നു. 800 അല്ലേ? 800 പറഞ്ഞേ. 1000 കയ്യോടെ പൈസ മോനെ. ഇല്ല നമുക്ക് അടിക്കേണ്ട സാധനം കൂടി ഞാൻ ഒപ്പിക്കണോ? ഈ അടിക്കണ സാധനം കുറച്ച് വായിൽ വെച്ചിട്ട് അല്ല വീടില്ല. നമ്മളെ അന്റെ വീട്ടിൽ പറ്റില്ല, ഇവന്റെ പറമ്പത്ത് പറ്റില്ല. എല്ലാ പരിപാടി ഓണാഘോഷ പരിപാടിയാ. എന്റെ വീട്ടിൽ പോകും. ഹാപ്പി ഓണം. ഓക്കെ ചങ്ങായി അടിപൊളിയാട്ടാ. ഓട്ടം കണ്ടാ ആളുണ്ട് പോയിട്ടില്ല. പോന്നു പറഞ്ഞില്ലേ? ആരാടാ? അച്ഛൻ ഉണ്ടാണോ? അച്ഛനെ കുറിച്ച് കൊടുത്താലോ? 2 പേർ കൊടുത്താലോ? മൂന്ന് വഴിയല്ലടാ. സാധനം കിട്ടി വെക്കുമ്പോ സ്ഥലവും ഇല്ലാലോ. ഒരു പുണ്ണാക്കും നടക്കൂല. എല്ലാവരുടെ പറമ്പത്തും ഓണാഘോഷ പരിപാടി, എല്ലാവരുടെ വീട്ടിലും കുടുംബക്കാരും വന്നിട്ടുണ്ട്. ഇനി ഒറ്റ റെഡിയുള്ളൂ. ഈ സാധനം എന്റെ വീട്ടിൽ വെക്കാം. രാത്രി എടുക്കാം. ഇവിടെ പൊട്ടിക്കൂലേ? അത് നടക്കൂല. അടിക്കാൻ സ്ഥലമില്ല. ഒരു കാര്യം ചെയ്യാം. ഒരു ഐഡിയ ഉണ്ട്. എന്താണോ? ഹലോ എടാ, ഒരു 1300 രൂപ മിലിറ്ററി സാധനമുണ്ട്, തരട്ടെ? മുത്തേ ഞാൻ പച്ചക്കാടാ, ഒരു തുള്ളി ഇന്ന് കിട്ടിയില്ല. 2 ദിവസമായി ഞാൻ പരുന്നു സാധനം. ഒരു കാര്യം ചെയ്യും, ഞാൻ ഒരു 1600 എടുക്കാം കേട്ടാ. 1600? ഓക്കെ. ഇനി ഇങ്ങോട്ട് വരും. സെറ്റ് നീ വെച്ചോ. ഒരു പശു ഓടിയതാ. ശരി എന്നാ, ഓക്കെ.
സാധനം വേറെ ഒക്കെ മറിച്ച് ആ ഇവിടെ നമുക്ക് ഇവിടെ അടിക്കാൻ സ്ഥലമില്ല. ഇത് വീട്ടിൽ പൂച്ചയൊക്കെ ചെയ്യാം. ചങ്ങായി 1600 റുപ്യ എടുക്കാന്ന്. ഇങ്ങനെ 800 റുപ്യ എത്ര വാങ്ങിയ? 800. ആ 1600 ഓൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാര്യം ചെയ്യാം. പൊട്ടിക്കല്ല, അവൻ്റെ ആൾ വരുന്നുണ്ട്. നമുക്ക് ഷാപ്പിലേക്ക് വിടാം. നല്ല ഭക്ഷണം അടിക്കുക. ആടെ എത്ര മണിയുടെ കിടന്ന് ഉറങ്ങിയാലും സാരമില്ല. കരിമീൻ പൊള്ളിച്ചത്, ചൂര മുളകിട്ടത്, അതല്ല പറഞ്ഞേ. അതിന് ഫുള്ള് ഭക്ഷണം. ആര് പിന്നെ കള്ളു. ഇതിപ്പോ ആരാ വിളിച്ചത്? കസ്റ്റമർ കയറോ? തമ്പുരാൻ അറിയാം.